ഒരു പാനിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും, പിന്നെ കുറച്ച് കാഷ്നട്ടും ചേർത്തിട്ട് അതൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ ഇതൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. ബട്ടർ ചേർത്ത് കൊടുത്ത് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും വെളുത്തുള്ളി അല്ലി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. അതും ചേർത്തിട്ട് ഇനി അതിലേക്ക് ഒരു സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല പഴുത്ത് നോക്കി ഒരു തക്കാളി അത് ചേർത്തിട്ട് ഇനി നല്ലപോലെ ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു വരുന്ന പാകമാകുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഇനി ഒരു ടീസ്പൂണൊക്കെ ചിക്കൻ മസാലയും ചേർത്ത് പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന കാഷ്യൂൻ്റെ മിക്സും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സാക്കിയിട്ടേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇത് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കിയിട്ട് വേവിച്ച് വെച്ച് ഒന്ന് അരിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കണം. ദാണ്ടെ ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കുവേ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ക്രീമി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ്. ഒരു വട്ടമെങ്കിലും ട്രൈ ആക്കാൻ നോക്കേണ്ട ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ട്രൈ ആക്കല്ലേ?